ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ദിവസം, ഇങ്ങനൊരു സ്ഥലം ഒരിക്കലും മറക്കില്ല എന്ന് തോന്നുന്നു. മിലു ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ എൻ്റെ സഹപ്രവർത്തകയും എൻ്റെ ശിഷ്യയുമാണ്. മിലുവിനോട് ഞാൻ പറയുമായിരുന്നു, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളോട് സംസാരിച്ച് എനിക്ക് ഒരു വലിയ പരിചയം ഇല്ല. ഞാനെപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച ശീലം നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉള്ള ആ ഒരു പ്രായത്തിലിരിക്കുന്ന കുട്ടികളെയാണ്. അപ്പൊ എന്താണ് പറയുക, എന്ത് പറഞ്ഞാലാണ് നിങ്ങളെയൊക്കെ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റുക എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു വലിയ പ്രഭാഷകയൊന്നുമല്ല ഞാൻ. എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. സതീഷ് എന്തിനാണ് എന്നെ വിളിച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ലൊരു ദിവസം. വടക്കാഞ്ചേരി എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്ഥലവും കൂടിയാണ് ഇത്. അന്നൊക്കെ ഇത് ശുദ്ധമായ ഒരു ഗ്രാമമാണ്. ട്രെൻഡ്സോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു കാപ്പി കുടിക്കാൻ പോലും ചായക്കടകൾ പോലും അപൂർവമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. അങ്ങനെ കുറച്ച് ഒരു നല്ല പഴയ ഓർമ്മകളൊക്കെയാണ് എനിക്ക് വടക്കാഞ്ചേരിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കുട്ടികളോട് സംസാരിക്കുക, കുട്ടികളോട് ഇടപഴകുക എന്നുള്ളത് ഒരു വലിയ സിദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് കുട്ടികളെ ബോറടിപ്പിക്കാതെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള, പ്രതിഭാധനരായ, സർഗശേഷിയുള്ള കുട്ടികളാണ് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗശേഷിയുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് കുട്ടിക്കാലം തന്നെയാണ്. അപ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യം, പരിമിതികളില്ലാത്ത ഒരു ലോകം വേറെ ഒരു കാലത്തും ആർക്കും കിട്ടുകയില്ല. അപ്പൊ അതാണ് കുട്ടിക്കാലത്തിന്റെ പ്രത്യേകത. പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ പോലെ വരയ്ക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ പല ആർട്ടിസ്റ്റിനെയും നമുക്കറിയാം. ഞാനിങ്ങനെ ഇതിനോടനുബന്ധിച്ചൊരു കാര്യം ഓർത്തത്, ക്രിയേറ്റിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഒരു ആർട്സ് ഫെസ്റ്റിവലിന് ഡ്രോയിങ് കോമ്പറ്റീഷന് ഒരു വിഷയം കൊടുത്തു. വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. അമ്മയും കുഞ്ഞും എന്നായിരുന്നു വിഷയം. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിൽ അമ്മയും കുഞ്ഞും എന്ന് പറയുമ്പോൾ ഒരു ചിത്രം തെളിയുന്നില്ലേ? ഇല്ലേ? അമ്മയും കുഞ്ഞും അല്ലേ? അപ്പൊ അത് വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് വരയ്ക്കും അല്ലേ? അങ്ങനെ വരച്ചു. അവിടെ വിഷയം കൊടുക്കുന്നവരും അത് വരച്ചത് നോക്കുന്നവരും ഒക്കെ അധ്യാപകർ തന്നെയാണ്. അപ്പൊ അങ്ങനെ അത് പല റെസ്പോൺസസ് വന്നതിൽ ഒരെണ്ണം പലതരത്തിൽ വന്നു. കുട്ടിയെ എടുത്ത് ഇങ്ങനെ ഉറക്കുന്ന അമ്മ, കുട്ടിയെ തോളത്തിടുന്ന അമ്മ, കുട്ടിയുടെ കൈ പിടിച്ച് പൂരം കാണാൻ പോകുന്ന അമ്മ, അമ്മ പാത്രം കഴുകുമ്പോൾ അടുത്ത് നിൽക്കുന്ന കുട്ടി, അമ്മ പശുവിനെ കറക്കുമ്പോൾ അത് വന്ന് തട്ടിപ്പറിക്കുന്ന കുട്ടി, അങ്ങനെ പല അമ്മയും കുട്ടികളെയും കണ്ടു. പക്ഷേ അതില് ഒരു അമ്മയും കുട്ടിയും വ്യത്യാസമായിരുന്നു. അത് എന്താണ് എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഒന്നോ രണ്ടോ പ്രതികരണങ്ങൾ എനിക്ക് ഈ സദസ്സിൽ നിന്ന് കിട്ടിയാൽ തിരക്കേടില്ല. മോന്റെ മനസ്സിൽ എന്താണ് അമ്മയും കുഞ്ഞും എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം ഒന്ന് പറയാമോ? ഒരു കുട്ടി. ശരി, ഒരു റെസ്പോൺസും കൂടെ കിട്ടിയ എടുത്ത് നടക്കണോ? ഓക്കെ. അപ്പൊ അങ്ങനെ പല അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ അതിലൊരു അമ്മയും കുഞ്ഞും വളരെ വ്യത്യാസമായിരുന്നു. ആ അമ്മയ്ക്കും കുഞ്ഞിനുമാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. അത് വേറെ ഒന്നുമല്ല, ഒരു ജലാശയത്തില് നീന്തി നടക്കുന്ന ഒരു താറാവും അതിൻ്റെ കുട്ടിയും.
അതൊരു വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലെ. ഇവിടെ ഇരിക്കുന്ന എത്ര കുട്ടികൾ വേറൊരു തരം അമ്മയും കുഞ്ഞും മനസ്സിൽ കണ്ടു എന്നൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്തരം ഒരു പെട്ടെന്നുള്ള ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ചിന്ത അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ ക്രിയേറ്റിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഉള്ള ഒരു വലിയൊരു എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും കിടക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായിട്ട് വരയ്ക്കുക, വ്യത്യസ്തമായിട്ട് നൃത്തം ചെയ്യുക, വ്യത്യസ്തമായിട്ട് എഴുതുക. അപ്പൊ ഈ വ്യത്യസ്തത, മൗലികത, ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കുട്ടികള് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. എല്ലാവരും വരയ്ക്കുന്ന പോലെ തുടക്കത്തിലൊക്കെ നമുക്ക് വരയ്ക്കാം. പിന്നീട് നമ്മുടെ മനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യൂ, ഇതല്ല വേണ്ടത്, സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നല് വരുന്ന സമയത്താണ് നിങ്ങൾ വരയ്ക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത്. അതിപ്പോ വരയിൽ മാത്രമല്ല, ഇവിടെ വരയ്ക്കുന്ന കുട്ടികളായതുകൊണ്ട് ഈ വരയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് ഏത് ആർട്ടിലും എഴുത്തടക്കം ഈ വ്യത്യസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പണ്ട് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റിൻ്റെ ചേട്ടൻ്റെ മകള് അവിടെ 3 വയസ്സുള്ളൊരു കുട്ടിയാണ്, 3-4 വയസ്സുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി വന്ന് താമസിക്കുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഇതുപോലെയുള്ള ചില പറച്ചിലുകൾ നമ്മൾ ഓർക്കും. അപ്പോൾ ആ കുട്ടി പറയാണ്, ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു ലോറി ചളി ചവിട്ടി നിൽക്കണ കണ്ടു. ലോറി ചളി ചവിട്ടി നിൽക്കണ കണ്ടു. ഒരു ചെറിയ കുട്ടിക്ക് അത് പറയാൻ പറ്റുള്ളൂ. മനുഷ്യരൊക്കെ ചളി ചവിട്ടും അല്ലേ, ലോറി ചളി ചവിട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ലോറിക്ക് വേറൊരു എന്തൊക്കെയൊക്കെയോ നമ്മൾ ആരോപിക്കുന്ന പോലെയാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞത് സാധാരണ കാണുന്ന കാഴ്ച, സാധാരണ കേൾക്കുന്ന വാക്കുകള്, സാധാരണ നമ്മൾ അറിയുന്ന ചലനങ്ങള്, ഇതൊക്കെ ഒരു കലാകാരൻ, ഒരു കുട്ടിയുടെ മനസ്സുള്ള ഒരാള്, ഒരു കലാകാരി എങ്ങനെ കലയിലേക്ക് മാറ്റുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. 4 കാര്യങ്ങള് ഏത് സർഗ വൈഭവത്തിന്റെയും പിന്നിലുണ്ടെങ്കിൽ അത് മൂല്യവത്തായി എന്ന് ഇതില് പരിചയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ചേർന്നാൽ ഇത് മഹത്തായ ഒരു സൃഷ്ടിയായി എന്നതിനർത്ഥമില്ല. അതിനെ അതാക്കുന്ന അവ്യാഖ്യേയമായ വേറെ എന്തോ കൂടെ വേണം. അതവിടെ നിൽക്കട്ടെ. ഈ അവ്യാഖ്യായമായതിനെ നമുക്കിപ്പോ വ്യാഖ്യായമാക്കാൻ പറ്റില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഏത് ക്രിയേറ്റീവ് വർക്കിലും, ഏത് സർഗ സൃഷ്ടിയിലും, അത് പാട്ടാവട്ടെ, എഴുത്താവട്ടെ, വരയാവട്ടെ, എന്തോ ആവട്ടെ, 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു മൂല്യവത്തായ ഒരു സർഗ സൃഷ്ടിയാണ് എന്ന് പറയും. ഒന്നാമത് അതിലുള്ള ഒരു ഒഴുക്കാണ്. ഒഴുക്ക് എന്താണ്? ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വരയ്ക്കുമ്പോൾ അതിന് തട്ടും തടവും ഇല്ലാതെ, മുനകളും ഇങ്ങനെ കൂർത്തതൊന്നും ഇല്ലാതെ ഒഴുകി പോവുക. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സാഹിത്യത്തിന്റെ കാര്യത്തിൽ എനിക്കത് കുറച്ചും കൂടിയും പറയാൻ എളുപ്പമാണ്. ഒഴുക്കിന്റെ ഇംഗ്ലീഷ് എന്താ? ഫ്ലുവൻസി എന്ന് പറയും. ചിലര് സംസാരിക്കുമ്പോൾ, സുകുമാർ അഴീക്കോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എന്തൊരു ഫ്ലുവൻ്റ് ആയിട്ട്, ഭാഷയുടെ ഒരു ഫ്ലുവൻസി. അത് എല്ലാത്തിലും ബാധകമാണ്. വരയിലുണ്ട്, അത് ഡാൻസിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഈ ഒഴുക്ക് നമുക്ക് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് എളുപ്പം കവിതയാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒഴുക്കിനെ പെട്ടെന്ന് ഉദാഹരിക്കാനായിട്ട് സാധാരണ മലയാളത്തില് ഈ ഒഴുക്കിന്റെ ഒരു ആശാൻ എന്ന് പറയുന്നത് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ഒരു കവിയെ കുറിച്ച് കുട്ടികൾ കേട്ടിട്ടുണ്ടോ? ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ ഒരു കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലയാള ഭാഷയുടെ ഒഴുക്കിന്റെ ഏറ്റവും വലിയ നിദർശനമാണ് ചങ്ങമ്പുഴ കവിതകൾ. ഞാൻ കുറച്ച് വരികൾ ചൊല്ലാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൽ ആ ഒഴുക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ചങ്ങമ്പുഴയെ വായിക്കുകയാണെങ്കിൽ ഈ ഭാഷയുടെ വാക്കുകൾ പ്രയോഗിക്കുന്നതിൻ്റെ, അതിനെ ഒരു താളത്തിൽ ഒതുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഒഴുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിടികിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാവ്യ നർത്തകി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചങ്ങമ്പുഴയുടെ വരികളുണ്ട്.
എത്ര സമയം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സതീഷിനോടൊന്ന് ഓർമ്മിപ്പിക്കണം സമയമായാലും. കാവ്യനർത്തകി ഇങ്ങനെയാണ്. പലരും വലിയ ക്ലാസ്സിലെ കുട്ടികളെങ്കിലും അത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി. അതൊരു നർത്തകിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാധാരണ ഒരു നർത്തകിയല്ല, അത് കാവ്യ നർത്തകിയാണ്. എങ്ങനെയാണ് ഒരു കാവ്യം ഒരു ആസ്വാദകന്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഒഴുക്കാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെയൊന്നുമല്ല ഇതില് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഒഴുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചൊല്ലിയതിൻ്റെ ആണ് എന്ന് മാത്രം വിചാരിക്കുക. അപ്പോൾ ഈ ഒഴുക്കിന് ഏറ്റവും ഉദാഹരണമായിട്ട് സാഹിത്യത്തിന്റെ കാര്യത്തിൽ, കവിതയുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഉദാഹരിക്കാൻ തോന്നാറുള്ള ചില വരികളാണ് ഞാൻ ചൊല്ലിയത്. അപ്പൊ ഈ ഒരു ഒഴുക്ക് തട്ടും തടവുമില്ലാതെ ആസ്വാദകന് അതിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പോകുന്ന പോലത്തെ ഈ ഒരു ഒഴുക്ക് എല്ലാ സർഗ സൃഷ്ടികളിലും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. വഴക്കം, മെയ് വഴക്കം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ വഴക്കം എന്ന് പറഞ്ഞാൽ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏത് സാഹചര്യത്തിലും ഉള്ള ഒരു റേഞ്ച് ഓഫ് മോഷൻ, അതാണ് വഴക്കം എന്ന് പറയുന്നത്. ഒരു 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 സംഗതിയെ ഒരു തരത്തിൽ മാത്രമേ കാണുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആർട്ട് അധികം ഉണ്ടാവില്ല. അപ്പൊ കാക്ക എന്ന് പറഞ്ഞാൽ ഈ കാക്കയെ വെറും ഒരു പക്ഷി അല്ലാതെ കാക്ക വേറെ എന്തൊക്കെയോയാണ്. കറുപ്പിന്റെ പ്രതീകമാണ്. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതൊഴി എന്നാണ് വൈലോപ്പിള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാധാരണമായിട്ട് കാണുന്നതിന്റെ അസാധാരണമായിട്ടുള്ള വിനിയോഗം, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. സാധാരണ ഈ ഇന്ററാക്ടിങ് സെഷനിലൊക്കെ ഈ ഫ്ലെക്സിബിലിറ്റിന്റെ ഒരു കാര്യം കൊടുക്കാറുണ്ട്. ചൂല് എന്ന് പറയുന്ന ഒരു വസ്തു, ഈ ചൂല് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു ട്രെയിനിങ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഏത് കലാസൃഷ്ടിയിലും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെ റിജിഡ് ആയിട്ട് ഇരിക്കാണ്ട് ഇങ്ങനെ 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 പോവുക, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരു വാക്കിൽ നിന്ന് പല വാക്ക്, പല ഉപയോഗം ഉണ്ടാവുക. കുഞ്ഞുണ്ണി മാഷ്ട ഒരു കവിത, മുട്ടായിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി നിശ്ചയം എന്ന് പറഞ്ഞൊരു കവിത കേട്ടിട്ടുണ്ടോ? മുട്ടായിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി നിശ്ചയം. മുട്ടായി എന്ന് പറഞ്ഞൊരു വാക്ക്. എന്താണ് മുട്ടായി? മിഠായി അല്ലേ? മിഠായിനെ നമ്മൾ മുട്ടായി എന്ന് പറയും, ബുദ്ധിമുട്ടായി. അപ്പൊ ഈ വാക്കിന്റെ രണ്ട് വ്യത്യസ്ത ഉപയോഗങ്ങൾ നിങ്ങൾ നോക്കുക. ഉപയോഗം മാത്രമല്ല, അതിലൊരു അർത്ഥമുണ്ട്. മുട്ടായിൽ ബുദ്ധി വെച്ചാൽ, മിഠായി തിന്ന എന്തുണ്ടാവുക? ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാവോ? എങ്ങനെയാ ബുദ്ധിമുട്ടാവുക? പലതരത്തിലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ ബുദ്ധിമുട്ട് എന്താ? കുറേ കാലം ഈ മധുരം തിന്ന് തിന്ന് പല്ലൊക്കെ കേടാവോ? അത് കാരണം നിങ്ങളുടെ അമ്മയച്ഛനൊക്കെ എത്രത്തോളം മിഠായി തരാറുണ്ട്? നോക്കിയും കണ്ടല്ലേ തരാറുള്ളൂ. ചോക്ലേറ്റ് എന്ന് വാശി പിടിക്കുമ്പോൾ ഉടനെ പോയി ചോക്ലേറ്റ് തരുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? അത് കഴിച്ചാൽ ബുദ്ധിമുട്ടായി. അപ്പൊ ഈ വരികൾ നോക്കൂ. മുട്ടായി എന്നുള്ള വാക്കിൽ നിന്ന് എങ്ങനെ ഉണ്ടായി? മുട്ടായിൽ ബുദ്ധി വെച്ചാൽ, അതൊക്കെ ഓർക്കാൻ വളരെ എളുപ്പമുള്ള കവിതകളാണ്. ബുദ്ധിമുട്ടായി നിശ്ചയം. ഓക്കെ, ഇതാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു വൃത്തവും ഒരു ത്രികോണവും നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. ഈ വൃത്തവും ത്രികോണവും വെച്ച് ഉണ്ടാക്കാവുന്ന രൂപങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. ഇത് ഒരു തരത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറവാണെന്ന് പറയും. ഇതിനെ പലതരത്തിൽ വെച്ച് ഒരു മനുഷ്യന്റെ മുഖമാക്കാം. വൃത്തത്തിന്റെ ഉള്ളില് ത്രികോണത്തിനെ നിർത്താം, തിരിച്ചാവാം, അല്ലെങ്കിൽ ജീവനുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ പൊസിഷൻസ് മാറ്റിയാൽ ഒരെണ്ണത്തിന് മീതെ ഇരിക്കുന്ന പോലെയാക്കാം. ഇതൊക്കെ പല പല ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പൊ ഒരു സംഗതി കിട്ടുമ്പോൾ അതിന്റെ പല നാനാവിധ ഉപയോഗങ്ങൾ ചിന്തിക്കാൻ
പറ്റുക, അത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഇതൊരു സൃഷ്ടിയില് ഉണ്ടാവേണ്ട ഒരു കാര്യം ആണ് എന്ന് പറയുന്നു. മറ്റേത് ഒറിജിനാലിറ്റിയാണ്, തനിമ എന്ന് പറയും. ഞാൻ ചിന്തിക്കുന്നത് വേറൊരാൾ ചിന്തിക്കുന്ന പോലെയല്ല, ഞാൻ കാണുന്നത് വേറൊരാൾ കാണുന്ന പോലെയല്ല, ഞാൻ എഴുതുന്നത് വേറൊരാൾ എഴുതുന്ന പോലെയല്ല. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആയാൽ എന്താ, ലോകത്തിൽ ഒരു തരം പാട്ടേ ഉണ്ടാവുള്ളൂ, ഒരു തരം വരയേ ഉണ്ടാവുള്ളൂ, ഒരു തരം നൃത്തേ ഉണ്ടാവുള്ളൂ, ഒരു തരം എഴുത്തേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോന്നും വ്യത്യാസമായിരിക്കണം. അപ്പൊ എന്റേതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് പതിപ്പിക്കുക, ഇത് കണ്ടാൽ ഞാൻ വരച്ചതാണ് എന്ന് അറിയാവുന്ന തരത്തില് പിന്നീടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരിക. വരയ്ക്കാൻ തുടങ്ങുന്ന, എഴുതാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഇത് ഉടനെ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ എഴുതിയത്, ഞാൻ വരച്ചത് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും തീർത്തും വ്യത്യാസമാണ് എന്ന് വരുന്നതിലാണ് എന്തുള്ളത്, ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. കുട്ടികൾ ചിരവ കണ്ടിട്ടുണ്ടോ? എന്തിനാ ചിരവ ഉപയോഗിക്കാം? വെരി ഗുഡ്. ഈ ചിരവ ഒന്നും കൂടി ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ചിരവയ്ക്ക് നിങ്ങൾക്ക് പരിചയമുള്ള എന്തെങ്കിലും ഒരു ഛായ ഉണ്ടോ? ചിരവയുടെ അല്ലാണ്ട് എന്തെങ്കിലും ഛായ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? മനുഷ്യന്റെ ഛായ തോന്നണേ? അതെയോ, അങ്ങനെ തോന്നിയോ? എന്തിന്റെയാ തോന്നിയേ? ചിരവയുടെ അല്ലാത്ത എന്തിന്റെങ്കിലും ഛായ ചിരവയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തിന്റെയാ? കാണുമ്പോ സാരല്യ, ഓർത്താ മതി. അപ്പൊ ഈ ചിരവ, നാളികേരം ചിരവണ, ഈ ചിരവയെ കുറിച്ചിട്ട് ഒരു കവി, ശ്രീജിത്ത് അരിയല്ലൂർ എന്നാണ് പേര്, അദ്ദേഹം എങ്ങനെയാണ് ഈ ചിരവയെ കണ്ടേ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് അത് മാറി നിൽക്കുകയാണ്. നമ്മൾ ആരും ചിരവയെ കണ്ട പോലെയല്ല ശ്രീജിത്ത് കണ്ടത്. ചെറിയൊരു കവിതയെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. മോങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണ് ചത്ത ഏത് നായുടെ ഫോസിലാണ് ചിരവ? എന്നാലോചിച്ച് നോക്കൂ. 4 കാല്, ഒരു തല പോലത്തെ ഒരു നാവ്. ഇത് മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീണ പോലെ എന്നുള്ളത് ഒരു ചൊല്ലാണ്. ഒന്നാമതേ കരച്ചിൽ, അതിന്റെ കൂടെ തലയിൽ ഒരു സാധനം കൂടി വീണ എന്തായിരിക്കും? അപ്പൊ ഈ ചിരവ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. മോങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണു ചത്ത ഏത് നായുടെ ഫോസിലാണ് ചിരവ? തീർന്നില്ല, ഈ തേങ്ങയുമായിട്ടൊരു ബന്ധം കൂടി ഉണ്ട്. ഒരുപാട് വീര്യമുള്ള പ്രതിഷേധം കൊണ്ടാവുമോ എത്ര അടക്കി നിർത്തിയിട്ടും ചിരവ തേങ്ങ കാണുമ്പോൾ കുരയ്ക്കുകയും മുരളുകയും ചെയ്തു പോകുന്നത്? എന്താ ഈ ചിരവ കുരയ്ക്കുകയും മുരളുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ അർത്ഥം? വെരി ഗുഡ്. തേങ്ങ ചിരവുമ്പോ എന്നൊക്കെ കുറെ ഒച്ചുണ്ടാവും അല്ലേ? അതാണ് അതിന്റെ. എങ്ങനെയാ നമ്മൾ മുരളുക? മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മുരളുക? അതുപോലെ തന്നെ ഈ പണ്ട് നായയായിരുന്ന ഈ ചിരവയ്ക്ക് തേങ്ങ കാണുമ്പോ ഇഷ്ടമില്ല, ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ എന്നാണ്. അപ്പോ അതിന്റെ മുരളലാണ് ഈ ശബ്ദം എന്നാണ് ഈ കവി പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ചിരവ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ധാരാളം നാളികേരം ചിരവിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇതാണൊന്നും തോന്നിയിട്ടില്ല. അത് കാണാനായിട്ട് ഈ ഒരു കവി വേണ്ടി വന്നു. വളരെ ഈ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ സ്ഥിരം കാണുന്ന ദൃശ്യങ്ങളാ. പക്ഷെ വലിയൊരു ഫോട്ടോഗ്രാഫർ അതിനെ കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ആ ഫോട്ടോ നമ്മൾ എടുക്കുന്ന സാധാരണ ഫോട്ടോയിൽ നിന്ന് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? ആദ്യം വേണ്ടത് എന്താ? ഒഴുക്ക്, അല്ലേ? ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? പിന്നെന്താ പറഞ്ഞേ? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു. ഇതാണ് ഒറിജിനാലിറ്റി, തനിമ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റിയുടെ മലയാളം എന്താ? വഴക്കം. ഇനി 4ാമത്തെ കാര്യമാണ് ഇലാബറേഷൻ, ഡീറ്റെയിലിംഗ്, വിവരണം. പലതരത്തിൽ നമുക്ക് വരയ്ക്കാം അല്ലേ? 1-2 ഈ വരകളെയൊക്കെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ചിലപ്പോ ചിലതൊക്കെ ആലോചിച്ചാൽ എന്തൊരു സിമ്പിൾ ആണെന്ന് തോന്നും. ഒരു മതിലിന്റെ അപ്പുറത്ത് കൂടെ ആന പോണത്
ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അത് വരയ്ക്കാൻ എത്ര വര വേണം? ഇങ്ങനെ ഒരു വരയും ഇങ്ങനെ ഒരു വരയും അല്ലേ? ചെറിയ ചെറിയ 3, 4, 5 വരകളെ കൊണ്ട് നമുക്ക് ഗാന്ധിജിയെ വരയ്ക്കാൻ എത്ര എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട്. ഗാന്ധിജിയെ വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുപോലെ ചെറിയ കുറച്ച് വരകളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്. അതുപോലെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഒരാളുടെ മുഖം വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് മുഖത്തുള്ള ചെറിയ ചെറിയ ചുളിവുകളടക്കം, കൺപീലികളടക്കം, കണ്ണടയ്ക്കുമ്പോൾ തുറക്കുമ്പോഴുള്ള ചെറിയ വന്നു പോകുന്ന ചുളിവുകളടക്കം, മൂക്കിന്റെ വളവ്, ചുണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാനും ഒരു പ്രത്യേക കഴിവ് വേണം. ഇത് രണ്ടും ചിലപ്പോൾ 2 കഴിവായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ വിവരണം, സൂക്ഷ്മമായിട്ടുള്ള വിവരണം, അതും കൂടി ഈ ഒരു സർഗവൈഭവത്തിന്റെ ഒരു മാനദണ്ഡം ആണ് എന്ന് പറയാറുണ്ട്. ഈ സൂക്ഷ്മമായിട്ടുള്ള ഡീറ്റെയിലിംഗ്, അത് നിങ്ങൾ എത്ര പേര് കൂടിയാട്ടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കൂടിയാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു കലയുണ്ട്, തിയേറ്റർ ആണത്, നാടകമാണ്. ഈ കൂടിയാട്ടം കണ്ടാൽ ഈ ഡീറ്റെയിലിംഗ് നമുക്ക് മനസ്സിലാവും. അമ്പാടിയില് പൂതന ചെല്ലുന്നതാണ്. അപ്പൊ ഈ പൂതന ചെല്ലുമ്പോൾ അവിടെയുള്ള കാര്യങ്ങള് ഈ അരങ്ങിലുള്ള ആള് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ കാണാം? പശുക്കളുണ്ട്, പശുവിന്റെ അടുത്ത് വന്ന് കുട്ടി കുടിക്കുന്നതുണ്ട്, കുട്ടിയെ മാറ്റി വേറൊരാള് വന്ന് പശുവിനെ കറക്കലുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന വിധം നമുക്കൊരു ഭാഷയും വേണ്ട. ഈ രംഗത്ത് ഇത് ഓരോന്നും സൂക്ഷ്മമായിട്ട്, അതിസൂക്ഷ്മമായിട്ട് ആ കലാകാരൻ അല്ലെങ്കിൽ കലാകാരി പറയുന്ന കാണാം. അപ്പൊ ഈ സൂക്ഷ്മതയ്ക്കും ഒരു പ്രത്യേക കഴിവ് വേണം. എല്ലാവർക്കും അത്ര സൂക്ഷ്മമായിട്ട് വരയ്ക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ചിലത് ഈ സൂക്ഷ്മമായിട്ടുള്ള വിവരണത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, അത് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം തെളിയും. ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. പൂതപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പൂതപ്പാട്ട് എന്ന് പറഞ്ഞൊരു കവിത. അതിന്റെ കഥയെങ്കിലും കേട്ടിട്ടുണ്ടോ കുട്ടികള്? കേൾക്കാൻ സാധ്യതയില്ല തോന്നുന്നു. എന്തായാലും ഒരു അമ്മയും ഒരു കുട്ടിയും ഒരു പൂതവുമാണ് അതിലെ കഥാപാത്രങ്ങള്. ഈ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ പൂതം വന്ന് കുട്ടിയെ തട്ടി എടുക്കുകയാണ്. പൂതം അത്ര നല്ല പൂതമൊന്നും ആയിരുന്നില്ല മുമ്പ്. പൂതത്തിന് പണി എന്താന്ന് വെച്ചാല് കാട്ടിലാണ് താമസിക്കുന്നത്. അതിൽ കൂടെ പോണ ചെറുബാല്യക്കാരെയൊക്കെ ആകർഷിച്ച് പനയുടെ മുകളിൽ കൊണ്ടുപോയി രക്തവും ഒക്കെ കുടിച്ച് അവസാനം ഈ ബാക്കി വരുന്നതിനെ ചോട്ടിലേക്ക് എറിഞ്ഞു കളയുക. അങ്ങനെ ആയിരുന്നു പൂതം ഈ കുട്ടിയെ കാണുന്നവരെ. കുട്ടിയെ കണ്ടപ്പോൾ പൂതത്തിന് വലിയ ഇഷ്ടമായി. പൂതം കുട്ടിയെ കൊണ്ടുപോയി. പൂതത്തിന് ഈ കുട്ടിയെ വേണമായിരുന്നു. പക്ഷെ ഏതമ്മയെ സ്വന്തം കുട്ടിയെ വിട്ടുകൊടുക്കുക? അങ്ങനെ ഈ അമ്മയ്ക്കും സ്വന്തം കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഇവര് തമ്മില് കുട്ടിയെ പ്രതിയുള്ള ചില സംഭാഷണങ്ങളുണ്ട്. പൂതം പല തരത്തില് അമ്മയെ പറ്റിക്കാൻ നോക്കും. പക്ഷെ സ്വന്തം അമ്മയ്ക്ക് കുട്ടിയെ തിരിച്ചറിയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. അപ്പൊ അവസാനം അമ്മ സ്വന്തം കണ്ണ് പറിച്ചിട്ട് പൂതത്തിന്റെ മുമ്പിൽ ഒരു ഇലയിൽ വെച്ചിട്ട് കൊടുത്തിട്ട് പറയും, ഇതെടുത്തോളൂ, എന്നാൽ എന്റെ കുട്ടിയൊന്ന് തിരിച്ചു തരൂ എന്ന് പറയും. അങ്ങനെ പോണ ഒരു കഥയാണ്. അവസാനം പൂതത്തിന്റെ മനസ്സലിഞ്ഞിട്ട് പൂതം കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അമ്മ ഒരു ഔദാര്യം ചെയ്യും. എല്ലാ കൊല്ലവും കൊയ്ത്ത് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ ഈ കുട്ടിയെ കാണിച്ചു തരാം എന്ന് പറയും. പക്ഷെ അമ്മ വളരെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. ഏതാണ് വീട് എന്ന് അമ്മ പറഞ്ഞു കൊടുത്തില്ല. ആ ഗ്രാമത്തിൽ കുറെ വീടുകളുണ്ട്. പൂതം ഏത് വീട്ടിൽ പോയിട്ടാ കുട്ടിയെ തപ്പുക? അപ്പൊ എല്ലാ കൊല്ലവും കൊയ്ത്ത് കഴിയുമ്പോൾ ഈ പൂതം ഉണ്ണിയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പം. അതാണ് കഥ. അപ്പൊ അതില് തുടക്കത്തില് എടശ്ശേരി ഈ പൂതത്തിനെ ഡിസ്ക്രൈബ് ചെയ്യണ ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ഈ കവിത ഉദ്ധരിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി പരിചയം കവിതയായതുകൊണ്ടാണ്. ചൊല്ലട്ടെ. പൂതത്തിനെ കാണുന്നത് കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, കേട്ടിട്ടില്ലേ തുടികൊട്ടും
തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യയ്യ വരവം വിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപിലെ പാടും പണ്ടങ്ങൾ കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപിലെ പാടും പണ്ടങ്ങൾ അരുകിലൂക്കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണി കുത്തുമൂലകളിൽ ചേലിലിഴയും പൂമാല്യം ഉറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർകുഴൽ മുട്ടോളം. അങ്ങനെ പോവാണ് ഡിസ്ക്രിപ്ഷൻ. കേട്ടിട്ടില്ലേ? എന്ത് കേട്ടിട്ടില്ലേ? തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. പൂതം വരുമ്പോ ഓട്ടുചിലമ്പിന്റെ കലമ്പലുകൾ ഇങ്ങനെ ചിലു 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 ചിലുന്നിങ്ങനെ കേൾക്കുക. അയ്യയ്യ വര വമ്പിളിപ്പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. അമ്പിളിപ്പൂങ്കല, അമ്പിളി ചന്ദ്രന്റെ, പൂങ്കല ശരീരത്തിൽ അണിഞ്ഞ കരിമ്പൂതം. കരിമ്പൂതം എന്ന് വെച്ചാൽ എന്താ? കറുത്തുള്ള ഭൂതം. എന്തൊക്കെയുണ്ട് ഭൂതത്തിന്റെ മേത്ത്? കാതിൽ പിച്ചളത്തോട കഴുത്തിൽ എന്താ? കലവിലെ പാടും പണ്ടങ്ങൾ അറച്ചിങ്ങനെ ആഭരണങ്ങൾ ഇട്ടൊക്കെയാ. അരികിൽ അലിക്കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. ഒരു കിരീടം വെച്ചിട്ടുണ്ട്. മാറില് ധാരാളം മാലകൾ ഇട്ടിട്ടുണ്ട്. പിന്നില് തലമുടി ഇങ്ങനെ അഴിഞ്ഞിങ്ങനെ അറ്റം വരെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഭൂതം തുടക്കത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ ഭൂതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇതൊരു ഭൂതം തന്നെയാണ്. സാധാരണ ഒരു സ്ത്രീ ഇങ്ങനെയല്ലല്ലോ വരിക. അപ്പൊ ഇതാണ് ഈ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അതൊരു ആനയെ ഡിസ്ക്രൈബ് ചെയ്യണതാണ്. ഒരു പക്ഷെ കുട്ടികൾക്ക് കൂടെ പാടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതാണ്. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിളിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിളിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാലുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ. കറുത്ത നിറമാണുടലും വാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ. കാലിൽ തുടലുകിലുങ്ങുന്നുണ്ടേ, വാലിലകുന്നുണ്ടേ. ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ. ഇതാണ് കവിത. എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ ഒരു കവി, അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ്. അമ്പലഗോപുര നടയിൽ ഒരു ആനക്കൊമ്പനെ ഞാൻ കണ്ടേ, ഞാൻ കണ്ടു. എങ്ങനെയാണ് അമ്പലഗോപുര നടയിൽ നിൽക്കുന്ന ആ കൊമ്പനെ എങ്ങനെയാ കണ്ടത്? എന്തൊക്കെയുണ്ട് കൊമ്പന്? അതാണ് ആ കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്തത്. കുട്ടികൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഒരു ആനയെ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. ആനയുടെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കണ്ണ്,
ചേമ്പില പോലത്തെ ചെവി, തൂണ് പോലുള്ള കാല്, വലിയ വയറ്, ഇങ്ങനെ ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ മരങ്ങളൊക്കെ കണ്ടമരത്തിൻ ചില്ലകളെല്ലാം ഇങ്ങനെ പിടിച്ച് വലിക്കും. ഇതൊക്കെ ഈ കവിതയിലുണ്ട്. കുട്ടികൾക്കുള്ള ഒരു കവിതയാണ് ഇത്. അപ്പൊ എങ്ങനെയാണ് ഈ ഡീറ്റെയിലിംഗ് നടത്തിയാൽ ഒരു ചിത്രം മനസ്സിലേക്ക് വരാം? ഇത്തരം ചിത്രങ്ങളാണ് മനസ്സിൽ പതിയുകയും മനസ്സിന്റെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഇരുന്ന് പിന്നീട് അത് നിങ്ങളുടെ രീതിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ട് വരികയും ചെയ്യുക. ഈ കേൾക്കുന്ന ഉടനെ അതായി വരണം എന്നില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കണ്ണ, മൂക്ക്, ചെവി കൂടെയൊക്കെ വരുന്ന പല ഇതുപോലുള്ള സെൻസറി ഇൻഫർമേഷൻ എന്ന് പറയും ഈ അറിവുകള് തലച്ചോറിലെത്തുകയും അത് അവിടെ ഓർമ്മകളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയും പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്കത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മറ്റു ചിലതായിട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യും. ഇവിടെ സതീഷ് പറയായിരുന്നു ജിയോമെട്രിക്കൽ പാറ്റേൺ വരച്ച ഒരു കുട്ടിയുടെ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന ഒരു അധ്യാപകൻ ആ പാറ്റേണുകളെ കുറിച്ച് പറഞ്ഞു എന്നും പിന്നീട് അത് കുട്ടി എത്രയോ കാലങ്ങൾക്ക് ശേഷം ചിത്രമായി വരച്ചു എന്നും കണ്ടു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയില്ല ഈ പ്രോസസ്സിങ് എപ്പോഴാണ് എങ്ങനെയാണ് നടക്കുക, പക്ഷെ അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രകൃതി, ഈ ദിവസം, ഈ സമയം ഒക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാതെ കാഴ്ചകളായിട്ടും കാറ്റ് തൊലി കൂടെ സ്പർശങ്ങളായിട്ടും മണങ്ങളായിട്ടും ഒക്കെ കയറിയിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ കണ്ട ഒരു ചിത്രം സുവിധ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടോ അതില്? സുവിത്തിന്റെ ഒരു ചിത്രം അതിങ്ങനെ മനസ്സിൽ നിൽക്കണം. എനിക്ക് നിറങ്ങള് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാന്ന് തോന്നുന്നു. ഒരു മഴവിൽ മരം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മഴവില്ല എല്ലാവരും ഇങ്ങനെ വരയ്ക്കൂലേ, ഈ കുട്ടി അതൊരു മരമായിട്ടാണ് വരച്ചേക്കുന്നത്. പല നിറങ്ങളുള്ള ഒരു മരം. എന്ത് രസാ അത് കാണാൻ. മഴവിൽ മരം എന്നൊക്കെ വിളിക്കാൻ തോന്നി. മഴവിൽ പൂ ഒക്കെ ഉണ്ട്. മഴവിൽ മരം ഞാൻ ആദ്യമായിട്ട് കാണുക. താങ്ക് യു. അപ്പൊ ഈ മഴവിൽ മരം ലോകത്തിൽ എവിടെ ഉണ്ടാവുക? മഴവിൽ മരം നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? സത്യത്തിൽ ഒരു മഴവിൽ മരം ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ ഭാവന കൊണ്ട്. ഈ ഭാവന എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്, വരയ്ക്കുന്നവർക്ക്, എഴുതുന്നവർക്കൊക്കെ വളരെ അത്യാവശ്യമുള്ളത്. ഈ ഭാവനയിൽ മാത്രം ഉള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അവിടെ ആയിരുന്നാലും അത് കാണുന്ന ആൾക്കാർക്ക് അത് വളരെ സന്തോഷം ഉണ്ടാക്കും. ഈ കുട്ടി വരച്ച ഈ മഴവിൽമരം എനിക്ക് ഉണ്ടാക്കിയ ഒരു സന്തോഷം എത്രയാന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. കാരണം അതൊരു വലിയ സാധ്യതയാണ്. നമുക്ക് ഈ ലോകത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. നമുക്ക് ഈ നിന്ന നിൽപ്പില് ആകാശത്തേക്ക് പോവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് വാക്കുകളെ കൊണ്ടും ചിത്രങ്ങളെ കൊണ്ടും നമുക്ക് ആകാശത്തേക്ക് പോകാൻ പറ്റും, അല്ലെ? പറ്റുമോ? പറ്റും. ഒരു പട്ടം പിടിച്ചിട്ട് ഒരു കുട്ടിക്ക് ആകാശത്തേക്ക് പറക്കാനായിട്ട് നമുക്ക് വാക്കുകളിലൂടെ പറ്റും, വരകളിലൂടെ പറ്റും. ജീവിതത്തിൽ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇതാണ് ഈ ഭാവന എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ മഴവിൽ ചെടി കണ്ടപ്പോ ഇത് ഞാൻ ഒരുപക്ഷെ ജീവിതത്തിൽ മറക്കില്ലായിരിക്കും. ഈ മഴവിൽ മരം എന്ന് പറയുന്നത് പണ്ടൊരു മഴവിൽ പൂ എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഇറക്കിയ ഒരു പുസ്തകത്തിനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോ പഠിക്കുകയല്ല, വായിച്ചിട്ടുണ്ട്. അത് മഴവിൽ പൂവാണ്, 7 നിറങ്ങളുള്ള ഒരു പൂ. ഇപ്പോഴാണ് ഒരു മഴവിൽ മരം കാണുന്നത്. ഇപ്പൊ ഞാനൊരു സംഗതിയും കൂടെ ഓർത്തു. ഇത് കണ്ടത് കൊണ്ട് ഒന്നിലേക്ക് കൊണ്ടുപോവുക. ചിലപ്പോ ഒരു പാട്ട് നൃത്തത്തിലേക്കും ഒരു നൃത്തം വരയിലേക്കും വര എഴുത്തിലേക്കും ഒക്കെ പോവാം. അതൊക്കെ പിന്നീട് ഉണ്ടാകുന്ന സംഗതി. അപ്പൊ ഞാൻ കുറച്ച് നാള് ഇവിടെ ആയിരുന്നില്ല. മകൻ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്, അവിടെയായിരുന്നു. അപ്പോ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആരും പരസ്പരം അങ്ങനെ ഇടപഴകുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. ഒരു വീട് ഇവിടെ കാലങ്ങളോളം അവർ അപരിചിതരായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ട് വീടുകളെ ചേർത്തുകൊണ്ട് ഒരു മഴവില്ലിന്റെ ഒരറ്റം ഈ വീട്ടിലും ആ മഴവില്ലിന്റെ മറ്റേ അറ്റം ഇയാൾക്കും അതിനിടയ്ക്കുള്ള മറ്റു വീടുകൾക്കൊക്കെ അപരിചിതരായിട്ടുള്ള
ഈ വീടുകളൊക്കെ തള്ളിയും കൊണ്ട് 2 വീടുകളെ കണക്ട് ചെയ്തിട്ട് ഒരു മഴവില്ല്. ഒന്നിന്റെ അറ്റം ഒരു വീടിന്റെ പുരപ്പുറത്ത്, ആ മഴവില്ലിന്റെ മറ്റേ അറ്റം മറ്റേ വീടിന്റെ പുരപ്പുറത്ത്. അവര് പോലും അറിയാതെ ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, ദൈവം ഉണ്ടെങ്കിൽ ദൈവം അവരെ എങ്ങനെയോ കണക്ട് ചെയ്യുന്നു. ഞാൻ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു. ഈ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ഈ മഴവില്ലിൽ ചവിട്ടി 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 അപ്പുറത്തേക്ക് പോയിക്കൂടെ? അല്ലെങ്കിൽ ശത്രുക്കളായിരുന്ന 2 പേർക്ക് ഇങ്ങനൊരു മഴവില്ല് ഞങ്ങളെ ബന്ധിപ്പിച്ചല്ലോ എന്ന് ആലോചിച്ച് ശത്രുത തീർത്തുകൂടെ? അല്ലെങ്കിൽ ഇതുവരെ സംസാരിക്കാത്ത 2 പേർക്ക് ഈ മഴവില്ലിന്റെ മൊന പിടിച്ച് ഒരു സംസാരം തുടങ്ങിക്കൂടെ? ഇതൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പൊ ഈ ആർട്ടിന്, പ്രകൃതി തരുന്ന ഈ ആർട്ടിന് ഒക്കെ പകരം വെക്കാനായിട്ട് മനുഷ്യരുടെ കയ്യിൽ പരിമിതമായിട്ടുള്ള വിഭവങ്ങളേ ഉള്ളൂ. ആ പരിമിതമായിട്ടുള്ളതിൽ നിന്ന് നമുക്ക് അനന്തമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിക്കാം എന്നാണ് ഈ ആർട്ട്, അത് ഏത് തരത്തിലുള്ള ആർട്ട് കൊണ്ട് നടക്കുന്നവർക്കുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും അനുഗ്രഹീതരായിട്ടുള്ള കുട്ടികളാണ്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ അപാരമായ സാധ്യതകളുണ്ട്. അത് അങ്ങനെയുള്ള സാധ്യതകൾ തുറന്നു തരാനായിട്ട് ഇവിടെയുള്ള ഇതുപോലത്തെ കൂട്ടായ്മകളുണ്ട്. അതൊക്കെ ധാരാളം ഉപയോഗപ്പെടുത്തുക. കുട്ടികളെ പോലെ തന്നെ വരയ്ക്കുക. വയലറ്റ് ആനയെ വരയ്ക്കാൻ തുടങ്ങിയ വയലറ്റ് ആനയെ വരയ്ക്കുക. പച്ച കാക്കയെ വരയ്ക്കാൻ തോന്നിയ പച്ച കാക്കയെ വരയ്ക്കുക. നിങ്ങളെ ആരും ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. ആ, കണ്ടിട്ടില്ലേ? പച്ച കാക്കയെ കണ്ടിട്ടില്ലേ? മിലു പച്ച കാക്കയെ കണ്ടിട്ടില്ലേ? ഈ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ, തത്താന്നും വിളിക്കാം, കാക്കാന്നും വിളിക്കാം. മോനെ എന്ത് വിളിക്കാനാ ഇഷ്ടം? ആണോ? ഉറപ്പാണോ? സാരല്ലേ, നമുക്ക് കാക്കയെ തത്തേന്ന് വിളിച്ച എന്തെങ്കിലും കുഴപ്പം വരുമോ? ആ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാക്കകളെ തത്തേന്ന് വിളിക്കാം, തത്തയെ കാക്കയെന്ന് വിളിക്കാം, കോഴിയെ മയിലേന്ന് വിളിക്കാം, മയിലിനെ കുയിലേന്ന് വിളിക്കാം. ഇതൊക്കെ എപ്പോഴാ പറ്റുക? ഇതാ ഇവിടെ വരുമ്പോ. ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. ഇനി കാക്കയെ കാണുമ്പോ തത്തേന്നൊന്ന് വെറുതെ വിളിച്ചു നോക്കുവോ, അതിന് ചിലപ്പോ സന്തോഷവും, നമുക്കും സന്തോഷവും. അപ്പൊ അത്രേ ഉള്ളൂ. എന്തായാലും ഒരു റെസ്പോൺസ് ഉണ്ടായല്ലോ, വളരെ സന്തോഷം. കാക്കയെ തത്തേന്ന് വിളിച്ചാ എന്താ ഉണ്ടാവുക? എന്ന് പറയൂല്ലേ? ആയിക്കോട്ടെ, അതിന്റെ സന്തോഷല്ലേ. അറിഞ്ഞൂടല്ലോ ഒരു തത്തയാവാൻ ഒരു കാക്ക ആഗ്രഹിച്ചിട്ടുണ്ടോന്ന്. ഇതുപോലെ നിറങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു കാക്ക ഉണ്ടാവുമോ? ഇല്ല അല്ലേ? ചിലപ്പോ അതിന് മോഹം ഉണ്ടാവില്ലേ? ചിലപ്പോ നമ്മളായിരിക്കും ജീവിതത്തിൽ ആദ്യം അതിനെ തത്തേന്ന് വിളിച്ചിട്ടുണ്ടാവുക. തത്തേന്ന് പലതരത്തിൽ വിളിക്കാം. തത്തേന്ന് വിളിക്കാം, തത്തേന്ന് വിളിക്കാം. അപ്പൊ കുറേ സാധ്യതകളായി. വെറും ഒരു കാക്കയും തത്തയും, അതിൽ നിന്ന് എന്തൊക്കെ സാധ്യതകളായി. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാം കേട്ടോ. അതിനുള്ള ഒരു തുടക്കമൊക്കെ ആവട്ടെ ഇത്. അയ്യോ, എന്നെ കോവണു. അപ്പൊ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നല്ലൊരു ദിവസം, നല്ല സെഷൻസ്, നല്ല ജീവിതം, നല്ല കലാജീവിതമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.